ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പടവലങ്ങ പിട്ടള അല്ലെങ്കിൽ പൊരിച്ചുകറി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു പടവലങ്ങ എടുത്തു, അതിൻ്റെ പുറത്തെ തോലെല്ലാം നമ്മൾ ചീവിക്കളഞ്ഞു. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചെറുതായിട്ടല്ല, ഒരു സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട്. ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാം അതെങ്ങനെയാണ് അരിയുന്നതെന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുളിയില്ലാത്തതും എരിവ് കുറഞ്ഞതുമായിട്ടുള്ളൊരു കൂട്ടാനാണ്. അപ്പം ഒത്തിരി സ്പൈസി ഒന്നുമല്ല. അപ്പം നമ്മൾ ഈ കൂട്ടാൻ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡായിട്ട് വല്ല അച്ചാറോ പപ്പടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് ചെറുതായിട്ട് അരിഞ്ഞ്, ഞാൻ പറഞ്ഞു നമ്മൾ കൽച്ചട്ടിയിലാണ് സാധാരണ കൂട്ടാനെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കൽച്ചട്ടിയിലേക്ക് പടവലങ്ങയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കും. അതിനൊപ്പം തന്നെ നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട്. തോരപ്പരിപ്പാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. അത് നന്നായിട്ട് വേവിച്ചുടച്ച് അത് നമ്മൾ കൂട്ടാൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ നമ്മൾ ഈ പരിപ്പും പടവലങ്ങയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ, അതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ, ഒരുവിധം ഒത്തിരി അല്ല എന്നാലും ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയാമല്ലോ സാധാരണ ചേർക്കണം, പ്രത്യേകിച്ച് അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു ജോയിൻ്റ് ആവും മൂന്നും കൂടെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് നോക്കിയിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വെള്ളം ചേർക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അതിനൊക്കെ പ്രത്യേകിച്ച് അളവ് നമുക്ക് പറയാനില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കടുക് വറുത്ത് അതിലേക്ക് ഒഴിച്ച് ഇളക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം നമുക്ക് എന്താ പറയുക, സൈഡായിട്ടൊരു കൂട്ടാൻ, ഇപ്പോൾ ഒത്തിരി എരിവുള്ളതിനൊപ്പം ഒത്തിരി എരിവ് കുറഞ്ഞ കൂട്ടാൻ, ഇത്തിരി പുളി ഇല്ലാണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കടുക് വറുക്കാനായിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ആ എണ്ണയിലേക്ക് ഇട്ടു. ആ ഉഴുന്നുപരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളതിലേക്ക് കടുകും മുളകും കൂടി ഇടും. ഈ ഉഴുന്നുപരിപ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തെന്ന് വെച്ചാൽ അതങ്ങനെ അവിടെ തന്നെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകും മുളകും കൂടി ഇട്ട് ഇളക്കി. ആ സമയം കൊണ്ട് നമ്മുടെ കൂട്ടാൻ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തതും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുക. കാരണം കൽച്ചട്ടിയുടെ ചൂടുകൊണ്ടാണ് അതിങ്ങനെ ചെറുതായിട്ട് തിളയ്ക്കുന്ന പോലെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം ഇനി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം ഇങ്ങനെ പരിപ്പൊക്കെ ചേർത്ത് കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് പല പേരിലൊക്കെ ആയിരിക്കും, ഓരോ സ്ഥലത്ത് ഓരോ പേരിലൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മളിവിടെ പൊരിച്ചുകറി അല്ലെങ്കിൽ പടവലങ്ങ പിട്ടള എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്